ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ അൺസീൻ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതേ UK-യിലെ തന്നെ ഏറ്റവും മനോഹരമായ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നൊരു വീഡിയോ ഉണ്ട്, ടുലിപ്പ് ഗാർഡൻ്റെ. അപ്പോൾ ഞാനും അവിടെ പോയി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ഇത് ടുലീസ് ഫാമിൽ നടക്കുന്ന ടുലിപ്പ് ഗാർഡൻ്റെ ഫെസ്റ്റാണ്. അവിടുത്തെ ഒരു വ്യൂ വളരെ മനോഹരമായിരുന്നു, ഭയങ്കര രസമായിരുന്നു കാണാൻ. ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചതായിരുന്നു ഇവിടെ ഒന്ന് പോകണം എന്നുള്ളത്. കാരണം ചെറുപ്പത്തിലെ നമ്മൾ ബുക്കുകളിലും അല്ലെങ്കിൽ സിനിമയിൽ പാട്ട് സീനിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ അവിടെ പോയപ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ നെതർലൻഡ്സിലൊന്നും പോകണ്ട, UK-യിൽ ലണ്ടൻ അടുത്തുള്ള വെസ്റ്റ് സസെക്സിലാണിത്. പിന്നെ 5-10 പൂക്കളൊന്നും അല്ല കേട്ടോ, ഇവിടെ 10 ലക്ഷം ടുലിപ്പ് പൂക്കളാണ് ഒരേ സമയം വിരിഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ഒരു 100 വെറൈറ്റീസ് പൂക്കളാണ് ഇവിടെ ഉള്ളത്. പല കളറും പല ഡിസൈന്. ചിലതൊക്കെ കണ്ടപ്പോൾ, ചിലതെന്നല്ല എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഈ കളറൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഈ കളറിലൊക്കെ നമുക്കൊരു ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും. അതുപോലത്തെ മിക്സഡ് ആയിട്ടുള്ള പല കളർ കോമ്പിനേഷൻസ്, ഡിസൈനുകൾ, പ്രകൃതിയുടെയൊക്കെ ഭയങ്കര ഒരു മാജിക്കാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അവിടെ വിൻറ്റേജ് കാറുകളും മനോഹരമായ ഒരുപാട് സെറ്റുകളൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്യാലറി മുഴുവൻ നിറഞ്ഞു ഫോട്ടോസും വീഡിയോസും കൊണ്ട്. ഇങ്ങനെ വ്ളോഗേഴ്സിനും ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്കൊക്കെ ചെല്ലാൻ പറ്റിയ സ്ഥലമാണ്. നമ്മളവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. സേവ് ദ ഡേറ്റ്സ്, ബ്രൈറ്റ് ടു ബി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ നടപ്പുണ്ടായിരുന്നു. അല്ല, പിന്നെ നമ്മൾ മടിക്കുവാണെങ്കിൽ നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് അവിടെ കോഫി ഷോപ്പ്, ഫുഡ് കഴിക്കാനുള്ള സ്ഥലം, നമുക്ക് ഇരിക്കാനുള്ളതും എല്ലാം സെറ്റ് ഉണ്ടായിരുന്നു. അപ്പം ചില്ല് ചെയ്ത് പതുക്കെ നമുക്ക് നടക്കാം. അവിടെ പാട്ടൊക്കെ പാടുന്ന അതിനകത്തൂടെ പോകുന്നവരുണ്ട്, ഗിറ്റാർ വായിക്കുന്നവരുണ്ട്. അപ്പം നമുക്കെല്ലാം കൊണ്ടും ഒരു നമ്മളെ വേറൊരു ലോകത്തെത്തിക്കുന്ന ഒരു ഫീലാണ് അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ടും ഒക്കെ പിള്ളേരെ കൊണ്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സ്പേസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചിലിപ്പ് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം. സെപ്പറേറ്റ് നമുക്ക് പേ ചെയ്യണം. അങ്ങനെ പിന്നെ വേറെ കുറേ ക്രാഫ്റ്റ് വർക്കുകളും ഡെക്കറേഷന് പറ്റിയ സാധനങ്ങളൊക്കെ അവിടെ അവർ വിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോകാം. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഇത് വർഷത്തിൽ ഒന്നേ നടക്കുകയുള്ളൂ. കാരണം ടുലിപ്പൂക്കൾക്ക് അതിന് ഒത്തിരി ചൂട് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് സാധാരണയായിട്ട് ഏപ്രിൽ മുതൽ മെയ് പകുതി വരെ ആ ഒരു സമയമാണ് ഇതിൻ്റെ ഫെസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ UK-യിലുള്ളവരും ഇനി വരാനിരിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും എല്ലാം ഈ ഒരു സ്ഥലം നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചിരിക്കണം കേട്ടോ. അടുത്ത സ്പ്രിംഗ് സീസണിൽ എന്തായാലും വരണം. എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ സിനിമയിലെ പോലെ പൂക്കളേ എന്നുള്ള പാട്ടൊക്കെ പാടി നമുക്ക് നടക്കാം. ഓക്കെ, അപ്പോൾ മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. നിങ്ങളും എക്സ്പെക്ടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. See you.